നമസ്കാരം. ഇത്തവണത്തെ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോന്നു. കാരണം അടിപൊളി ടിപ്പുകൾ, ട്രിക്കുകൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോരുക. ഫുൾ A+ൽ നിങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ ഒരു ടിപ്പ്, നിങ്ങളിത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എക്സാം ഹാൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടികളാണ്. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ പേപ്പർ അധ്യാപകൻ പ്രത്യേകം പരിഗണിക്കാനുമുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി വീഡിയോ കാണുക. നമ്മൾ ഈ പറയുന്ന ഈ ഒരു ടിപ്പ് കൂടുതലും യൂസ്ഫുൾ ആകുക ഇംഗ്ലീഷ്, മലയാളം, അത് മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, പിന്നെ ഹിന്ദി, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതുപോലുള്ള സബ്ജക്റ്റുകൾക്കാണ് ഇത് കൂടുതലും വർക്ക് ആവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കൂടുതലും, അതായത് ഇംഗ്ലീഷിനായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് എസ് എഴുതാൻ ചോദിക്കാറുണ്ട്. 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ എസ് എഴുതാൻ ചോദിക്കാറുണ്ട്. പലരും ചെയ്യുന്ന ഒരു പരിപാടി, ഇതിങ്ങനെ മുഴുവൻ നിരത്തി പിടിച്ച ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇത് മുഴുവൻ ഇങ്ങനെ എഴുതും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ ആ ഒരു ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പാരഗ്രാഫായിട്ട് അതിനെ എഴുതാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് മുഴുവൻ അത് ഒരുപോലെ ഇങ്ങനെ എഴുതാതെ നിങ്ങൾ ഒരു കുറച്ച് പോയിന്റ് ഓഫ് കണ്ടന്റ് നിങ്ങളുടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തറിയാവുന്ന കുറച്ച് പോയിന്റ്സുകൾ പ്രത്യേകം അതിനൊരു ടോപ്പിക്കായിട്ട് വീണ്ടും അടുത്തൊരു പാരഗ്രാഫ് ആക്കുക. അങ്ങനെ ഒരു 2-3 പാരഗ്രാഫ് അല്ലെങ്കിൽ 4 പാരഗ്രാഫ് ഒക്കെ ആയിട്ട് അതിനെ എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന അധ്യാപകനെ സംബന്ധിച്ച് ഒരു പ്രത്യേക വാല്യൂ നിങ്ങളുടെ പേപ്പർ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അധ്യാപനം നോക്കുന്ന സമയത്ത് ഓരോ പാരഗ്രാഫിനും ചിലപ്പോൾ ടിക്കറ്റ് പോകും. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് ഇടുന്ന സമയത്ത് അതൊരു നല്ല പേപ്പറാണ് എന്നുള്ളൊരു തോന്നൽ ആർക്കുണ്ടാവും? അധ്യാപകൻ അല്ലെങ്കിൽ നോക്കുന്ന അധ്യാപകർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കാനും അത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ. പക്ഷേ ഈ രീതിയിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ആ ഒരു ആൻസർ ഷീറ്റിനുണ്ട് എന്ന് നമുക്ക് മൊത്തം ഇങ്ങനെ എഴുതി വെക്കുന്നതും ഒരു പാരഗ്രാഫായിട്ട് ഒന്ന് അടുക്കി വെക്കുന്നതും അത് കാണുമ്പോൾ തന്നെ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായുള്ള പോയിന്റുകൾ പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിന് ഒരു പ്രത്യേക പരിഗണന, അല്ലെങ്കിൽ അതൊരു നല്ല കുട്ടിയുടെ പേപ്പറാണെന്ന് അധ്യാപകൻ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും.